നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നേ വീട്ടിൽ കുറച്ച് പനീർ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു റെസിപ്പി ഷെയർ ചെയ്യാം. നമുക്കപ്പോൾ പനീർ ടിക്ക മസാല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിനകത്ത് തൈര്, ഒരു 4 സ്പൂൺ തൈര്. ഇനി നമുക്കിതിലേക്ക് കടലമാവ് 2 സ്പൂൺ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ചെറിയ സ്പൂൺ. ഇനി മുളക് പൊടി, ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്, 2 ചെറിയ സ്പൂൺ. ഇനി അടുത്തത് ഗരം മസാല 2 ചെറിയ സ്പൂൺ. അടുത്തതായിട്ട് ജീരകപ്പൊടിയാണ് 1/2 സ്പൂൺ. ഇനി കുരുമുളക് പൊടി 1 സ്പൂൺ. ഇത് കസൂരി മേത്തിയാണ്, അതായത് നമ്മുടെ ഉലുവയുടേത് ഇല ഉണക്കി പൊടിച്ചതാണ്. കസൂരി മേത്തി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി അടുത്തത് മല്ലിപ്പൊടി 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ. ഇനി ചെറിയൊരു നാരങ്ങയുടെ നീര്. അടുത്തത് ഇത് കടുകെണ്ണയാണ്, ഞാൻ ചൂടാക്കിയിട്ട് 3 സ്പൂൺ കടുകെണ്ണ ചൂടാക്കിയിട്ട് ഒഴിച്ചേക്കാണ് ഇതിനകത്തേക്ക്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ച പനീർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ബാക്കി വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആദ്യം ഒരു തക്കാളി ഒരെണ്ണം, അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം ഒരെണ്ണം, എല്ലാം ക്യൂബ്സായിട്ട് അരിഞ്ഞതാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള ഒരെണ്ണം, ഞാനിതൊരു ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്, അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ജീരകം 1/2 സ്പൂൺ ജീരകം, ഒരു സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വഴലാൻ വയ്ക്കാം. കുറച്ച് നേരം അടച്ച് വയ്ക്കാം, അപ്പം പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പ് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് ഗ്രീൻ പീസാണ് ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേക്കുന്ന ദിവസം വെള്ളത്തിൽ ഇട്ട് വേവിച്ച ഗ്രീൻ പീസും വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം 1/2 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 ചെറിയ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് തക്കാളി ഒരെണ്ണം, മിക്സിയിൽ നന്നായിട്ട് അരച്ച തക്കാളി ഒരെണ്ണം, എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നന്നായിട്ട് ഗ്രീൻ പീസും എല്ലാം വെന്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ്, നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച മസാല, പനീർ മസാല നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം അടച്ച് വെച്ച് വേവിച്ച ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിന് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ പനീർ ടീക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.